സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബല്ലയ്ക്കും ഋഷിക്കും എല്ലാവർക്കും നല്ല മുട്ടൻ പണി തന്നെ കിട്ടുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ ദേവിക പോകുന്നത് എസ്തപ്പാനെ വിളിച്ചുകൊണ്ടിരാനാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യം ചന്ദ്രോത്ത് പ്രതിസന്ധി ഉണ്ടായപ്പോഴെല്ലാം അവരെ രക്ഷിക്കാനായിട്ട് ഓടിയെത്തിയത് എസ്തപ്പാനാണ്. എസ്തപ്പാനക്ക് പ്രഭാവതിയോടും കുടുംബത്തിനോടും ഒരുപാട് കടപ്പാടുള്ളത് കൊണ്ട് തന്നെ പ്രഭാവതിയും ദേവികയും എന്ത് പറഞ്ഞാലും അതെല്ലാം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് എസ്തപ്പാൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ എസ്തപ്പാൻ വന്നു കഴിയുമ്പം കഥാഗതി ആകെ മാറി മറിയുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ ഇസബല്ല നന്ദനെ കാണാനായിട്ട് പോകാണ്. ഇതേസമയം ദേവികയാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ശാരികയോടും പറയുന്നുണ്ട്, എനിക്ക് 1-2 സ്ഥലത്ത് പോകണം, കുറച്ച് ദൂരെ നന്ദുവിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ പോണത്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ വരാൻ വൈകും, ഇന്ന് ഞാൻ വന്നില്ല എന്നും വരാമെന്ന് പറയുമ്പം ശാരിക ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കുമ്പം എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് എല്ലാം നിങ്ങളോട് വിശദമായിട്ട് പറയാം, ഇപ്പം ഞാനൊന്നും പറയണില്ല, എന്തായാലും നീ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അച്ഛനോടും അമ്മയോടും ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കാര്യം ഓർത്തോ നന്ദുവിൻ്റെ കാര്യം ഓർത്തോ ടെൻഷൻ ആവണ്ട, എന്തായാലും നന്ദുവിനെ കണ്ടുപിടിക്കാമെന്ന് ഹരിയങ്കിൾ വാക്ക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹരിയങ്കിളിനെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ തന്നെ ഞാനിന്ന് പോണത് നന്ദുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാളെ തപ്പിയ അയാളെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രോത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ സമയത്ത് മാധവൻ ചോദിക്കുന്നുണ്ട്, അത് ആരാ മോളേന്ന് ചോദിക്കുമ്പം എന്തായാലും ഞാൻ പോയി നോക്കട്ടെ, ആളെ കൈ കിട്ടുകയാണെങ്കിൽ കൈയോടുകൂടി തന്നെ ഞാനിങ്ങോട്ട് കൊണ്ടുവരും, അപ്പം ഞാൻ ഇറങ്ങട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഈ ദേവിക പോകാനൊരുങ്ങുമ്പോൾ രാധിക പറയുന്നുണ്ട്, മോളെ സൂക്ഷിക്കണം, ശത്രുക്കൾ ഒരുപാടുണ്ട്, എപ്പോഴാണ് ഒരു അപകടം വന്നതെന്ന് പറയാൻ പറ്റില്ല. അന്നേരം ദേവിക പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാമേ, ഞാനത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് പോണേന്ന്. പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങിയതും മുരളി അങ്ങോട്ട് വരുന്നുണ്ട്. മുരളി വന്നിട്ട് നമ്മളിനി എങ്ങോട്ടാണ് ദേവികയെ പോണേന്ന് ചോദിക്കുമ്പം അതൊക്കെ പറയാൻ മുരളിയേട്ടൻ വണ്ടി എടുക്കുക, എന്തായാലും നമ്മൾ കുറച്ച് വൈകിയേ വരുള്ളൂ, അതുകൊണ്ട് മുരളിയേട്ടൻ ഇപ്പം തന്നെ ഗൗരിയെ വിളിച്ച് വിവരം പറഞ്ഞേരെ, ഇനി അവൾ കാണാണ്ട് ടെൻഷനാവണ്ടല്ലോ. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞോളാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ്. രജനിയാണെങ്കിൽ ഒരേ കരച്ചിലാണ്, നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് നന്ദനെ മിക്കവാറും അരുന്ധതി തട്ടിക്കൊണ്ടുപോയതായിരിക്കുമെന്ന് രജനി പറയുമ്പം ഈ ഗിരീഷിനും അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. എൻ്റെ ഗിരീഷൻ പറയുന്നുണ്ട്, എന്തായാലും പോലീസ് അന്വേഷണമൊക്കെ ഊർജിതമായിട്ട് തന്നെ നടക്കുന്നുണ്ട്, അതുമാത്രമല്ല ഹരിസാറും അച്ഛനും എവിടെയൊക്കെയോ പോയിട്ടുണ്ട്, അവർ പോയി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരും, അതുവരെ നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞു ബഹളം വെക്കല്ലേ രജനി. ആ സമയം രജനി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ ആങ്ങളിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, അവനൊരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനായിരുന്നു, എന്നിട്ട് അവൻ എങ്ങനെ ആ ഋഷിയെ കൊന്നു, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് കരയുമ്പം ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, അതിന് നന്ദൻ മനഃപൂർവ്വം കൊന്നതല്ലല്ലോ രജനി, ഒരു കയ്യബദ്ധം സംഭവിച്ചു പോയതല്ലേ. അന്നേരം രജനി പറയുന്നുണ്ട്, അതെല്ലാവർക്കും അറിയാലോ, പിന്നെ എന്തിനാ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണേ, ഇതിപ്പോൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അത് അങ്ങനെ തന്നെ നിന്നോളൂലേ എന്ന് ചോദിക്കുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും രജനി, എന്നായാലും ഈ കേസ് തെളിഞ്ഞു വരും, ആ സമയത്ത് എന്തായാലും നന്ദൻ പിടിക്കപ്പെടുകയും ചെയ്യും, അതിലും ഭേദമല്ലേ ഇപ്പം തന്നെ ഏറ്റുപറഞ്ഞ് കിട്ടണ ശിക്ഷ മേടിക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുമ്പോൾ ഭാർഗവി അങ്ങോട്ട് വരുന്നുണ്ട്. ഭാർഗവിയെ കണ്ടതും ഭാർഗവി വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ പ്രഭകുഞ്ഞെ, ഞാൻ എല്ലാം അറിഞ്ഞു, എൻ്റെ ബലമായ സംശയം നന്ദമോനെ തട്ടിക്കൊണ്ടുപോയത് ആ അരുന്ധതി ആയിരിക്കുമെന്ന. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, എനിക്കും സംശയമുണ്ട്, പക്ഷേ ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞിട്ട് ഇവരാരും അത് ഗൗരവത്തിൽ എടുക്കണില്ല, അവരെല്ലാവരും പറയണത് നന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണ കാര്യം ഓർത്ത് പേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയതാന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, മുരളിയും അങ്ങനെ തന്നെ പറയണ പ്രഭകുഞ്ഞെന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല, നന്ദൻ ഒരിക്കലും അങ്ങനെ പേടിച്ചു പോവില്ല, അഥവാ ഇനി അവൻ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടേ പോവുള്ളൂ, ഒരു കാര്യവും അവൻ എന്നോട് പറയാതിരിക്കില്ല. അതേസമയം ഭാർഗവി പറയുന്നുണ്ട്, എന്തായാലും ഹരിസാറൊക്കെ അന്വേഷിക്കാനായിട്ട് പോയിട്ടില്ലേ, എത്രയും പെട്ടെന്ന് നന്ദമോനെക്കുറിച്ച് ഒരു വിവരം കിട്ടുമായിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ ഈ നന്ദനെ താമസിപ്പിക്കാൻ പറഞ്ഞ ആ ഒരു ഗോഡൗണിലേക്ക് വരാണ്. അവിടെ വന്ന് ഇസബല്ല സന്തോഷത്തോടു കൂടിയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് കെവിനോട് പറയുന്നുണ്ട്, നന്ദനെ കാണാൻ എനിക്ക് കൊതിയാവോ കെവിന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ചെല്ലണ സമയത്ത് 2-3 ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്ത് എന്നിട്ട് ഇസബല്ല, നന്ദൻ എവിടെ, എനിക്ക് നന്ദനെ കാണണമെന്ന് പറയുമ്പം ആ ഗുണ്ടകളിൽ ഒരുത്തൻ പറയുന്നുണ്ട്, നന്ദൻ ഇവിടെ ഇല്ലയെന്ന്. അപ്പോൾ നിങ്ങൾ ഇന്നലെ നന്ദനെ തട്ടിക്കൊണ്ട് വന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ കൊണ്ടുവന്നു മേഡം, പക്ഷേ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വേറെ ആരോ വന്ന് നന്ദനെ തട്ടിക്കൊണ്ടുപോയി. ആ സമയം ഇസബല്ല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്, നിങ്ങളോട് ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇവിടെ വന്ന് ആരാ നന്ദനെ കടത്തിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല മേഡം, എന്തായാലും നന്ദൻ ഇപ്പോൾ ഇവിടെ ഇല്ലയെന്ന്. അത് കേട്ടതും ഇസബല്ല പറയുന്നുണ്ട്, നിങ്ങൾ കളി എടുക്കല്ലേ, നന്ദൻ എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് കാണിച്ചു തന്നോ, സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടൂല എന്ന് പറയുമ്പോൾ കൂടെയുള്ള ഗുണ്ട പറയുന്നുണ്ട്, നേരാ മേഡം, നന്ദൻ ഇവിടെ ഇല്ല,
നന്ദന ഇന്നലെ തന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് വേറെ ആരോ വന്ന് കടത്തിക്കൊണ്ടുപോയിന്ന്. അന്നേരം ഇസബല്ല ചോദിക്കുന്നുണ്ട് അത് ആരാന്ന് വല്ല പിടിയുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം ഞങ്ങൾക്ക് അറിയില്ല, ഇതിനു മുമ്പ് ഞങ്ങൾ അവരെ കണ്ടിട്ടുമില്ല. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട് നിങ്ങൾ പറയണത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം അതേ മേഡം ഞങ്ങൾ എന്തിനാണ് നുണ പറയണത്, മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട് എന്നാലും അത് ആരായിരിക്കുമോ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല മേഡം എന്ന് പറയണു. പിന്നീട് ഇസബല്ല കെവിനോട് പറയുന്നുണ്ട് നന്ദനെ നമ്മളുടെ അടുത്തുനിന്ന് തട്ടിക്കൊണ്ടു ഇത് ആരായിരിക്കും കെവിൻ എന്ന് ചോദിക്കുമ്പം അറിയില്ലല്ലോ ബെല്ല, ഇനിയിപ്പോൾ അരുന്ധതി മേഡം എങ്ങാനും ആയിരിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ല, അല്ലെങ്കിൽ തന്നെ മേഡം ഇപ്പോൾ ആകെ പേടിച്ച് നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇനി നന്ദനെ തട്ടിക്കൊണ്ടുപോകാനും കൂടി മേഡം റെഡി ആവൂല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷിയാണെങ്കിൽ ഫോണെടുത്ത് CPക്ക് വിളിക്കുകയാണ്. CP ഈ സമയം കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ എടുത്തതും ഋഷി ചോദിക്കുന്നുണ്ട് എന്താ ഈ CP നമ്മളുടെ നായകൻ്റെ അടുത്തേക്ക് എത്തിയോന്ന് ചോദിക്കുമ്പം ഇല്ല ഋഷി ഇപ്പം തന്നെ ഞാൻ നായകൻ്റെ അടുത്ത് എത്തും, ഞാനും നന്ദനും നേർക്ക് നേരെ കാണാൻ പോവുകയെന്ന്. ആ സമയം ഋഷി പറയുന്നുണ്ട് എന്തായാലും CP അങ്കിളിനെ അവനക്ക് മനസ്സിലാവൂലേ, അതുകൊണ്ട് CP അങ്കിൾ മുഖം മറച്ച് അവൻ്റെ മുന്നിലേക്ക് പോയാൽ മതി, ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവൻ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് പണിയാവുമെന്ന്. ആ സമയം CP പറയുന്നുണ്ട് അത് ഋഷിമോൻ പറഞ്ഞത് നേരെ, എന്തായാലും ഞാൻ അങ്ങനെ പോണോളൂ, പിന്നെ മോനെ മേഡം എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ അന്നേരം ദേഷ്യപ്പെട്ടിട്ട് പോയിട്ട് പിന്നെ ഞാനും അമ്മയായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ അരുന്ധതി അങ്ങോട്ട് വരുന്നുണ്ട്. അരുന്ധതി ഋഷിയോട് ചോദിക്കുന്നുണ്ട് നീ ആർക്കാ ഫോൺ ചെയ്തത് CPക്ക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ CP അങ്കിളിന് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അല്ല നീ ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലേക്കാണോ പോണത്, ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കൂല, എന്തായാലും ഇവിടം കൊണ്ട് നിർത്തണമായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും അമ്മേ, നന്ദൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇസബല്ല എല്ലാവരും പെടില്ലേ എന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദനെ തട്ടിക്കൊണ്ടു പോയാലും നിങ്ങൾ പെടും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് ഇല്ല അമ്മേ ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊന്നുമില്ല, ഇനി നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ ആർക്കും പറ്റില്ല, നന്ദനിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് നിൻ്റെ കസ്റ്റഡിയിലോ അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ഇസബല്ല ഇന്നലെ രാത്രി നന്ദനെ പൊക്കാനായിട്ട് കുറച്ച് ടീമിനെ അയച്ചിട്ടുണ്ടായിരുന്നു, അവർ നന്ദനെ പൊക്കിക്കൊണ്ട് വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ നന്ദനെ തട്ടിക്കൊണ്ട് പോകുന്നു. ആ സമയം ഈ അരുന്ധതി ചോദിക്കുന്നുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ നീ പോയോ എന്ന് ചോദിക്കുമ്പം ഇല്ല CP അങ്കിൾ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളാണ് നന്ദനെ തട്ടിക്കൊണ്ട് വന്നതെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഋഷി ഞാൻ ഇപ്പോഴും പറയാം നീ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ, പിന്നെ നമുക്ക് തിരിച്ചു കയറാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, ചന്ദ്രോത്തുള്ളവരെ ഞാൻ തകർത്തിട്ടേ അടങ്ങുള്ളൂ എന്ന്. ആ സമയം അരുന്ധതിയാണ് ഈ ഋഷിയോട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും മുരളിയും കൂടി കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട് ദേവിക ശരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം മുരളിയേട്ടാ, ഞങ്ങൾക്ക് പല പ്രാവശ്യം ആപത്ത് വന്നപ്പോഴൊക്കെ ഞങ്ങളെ സഹായിച്ച ഒരാളുണ്ട്, ആ ആളെ തേടിയാണ് എൻ്റെ ഈ പോക്ക്, എന്തായാലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന്. ആ സമയം മുരളി ചോദിക്കുന്നുണ്ട് അത് ആരാന്ന് ചോദിക്കുമ്പം മുരളിയേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്തായാലും നമ്മൾ ആളെ നേരിട്ട് കാണാനല്ലേ പോണേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന്. അങ്ങനെ ദേവികയും മുരളിയും കൂടി പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ദേവിക ആ കടക്കാരനോട് ചോദിക്കുന്നുണ്ട് ഈ എസ്തപ്പാൻ ചേട്ടൻ്റെ വീട് എവിടെയാണ്. അത് കേട്ടതും ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട് ഗുണ്ട എസ്തപ്പാനാണെന്ന് ചോദിക്കുമ്പം അത് തന്നെ, എന്തിനാ മേഡം ചോദിക്കുമ്പം എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ ആ വീടൊന്ന് പറഞ്ഞു തരാമോന്ന് ചോദിക്കുമ്പം അവർ എസ്തപ്പാൻ്റെ വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവിക എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എസ്തപ്പാൻ അവിടെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ദേവികയെ കണ്ടതും കുഞ്ഞെന്താ ഇവിടെയെന്ന് ചോദിച്ച് എസ്തപ്പാൻ ഓടി വരുമ്പം ദേവിക പറയുന്നുണ്ട് എസ്തപ്പാൻ ചേട്ടനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു, എന്തായാലും എനിക്ക് എസ്തപ്പാൻ ചേട്ടനെ കൊണ്ടൊരു ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണ. നേരം എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട് മേഡത്തിനൊക്കെ സുഖമല്ലേ കുഞ്ഞേന്ന്. സമയത്ത് ദേവിക പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ചേട്ടനെ അന്വേഷിച്ച് വന്നത്, എനിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു സഹായം വേണം, എത്രയും പെട്ടെന്ന് ചേട്ടൻ എൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നത്. ആ സമയത്ത് എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ, നന്ദമോനെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം അതൊക്കെ പറയാം, ശരിക്കും ഞാൻ ചേട്ടനെ അന്വേഷിച്ച് വന്നത് തന്നെ നന്ദുവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട് നന്ദമോൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന്. അന്നേരം ദേവിക എസ്തപ്പാനെ മാറ്റി നിർത്തിയിട്ട് ഋഷിയെ നന്ദൻ കൊന്ന കാര്യം മുതൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ സമയത്ത് എസ്തപ്പാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദമോനെ തട്ടിക്കൊണ്ടുപോയി ഇത് അരുന്ധതി ആയിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല ചേട്ടാ, എന്തായാലും ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന്. അന്നേരം എസ്തപ്പാൻ പറയുന്നുണ്ട് പ്രഭാവതി മേഡത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവരെ സഹായിക്കണേന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഇപ്പം തന്നെ റെഡിയായി വരാൻ മോളേന്നും പറഞ്ഞുകൊണ്ട് എസ്തപ്പാനാണെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ കുരുവിളയ്ക്ക് വിളിക്കുകയാണ്. കുരുവിള ഫോൺ എടുത്തതും
എന്തായി ബെല്ല, നീ നന്ദനെ കണ്ടോ, നന്ദൻ എന്ത് പറയണമെന്ന് ചോദിക്കുമ്പം അത് പാപ്പ ഒരു പ്രശ്നമുണ്ട്, ഇനി എന്നാ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട് നന്ദനെ ഇവിടുന്ന് ആരോ കടത്തിക്കൊണ്ട് പോയിന്ന്. ആ സമയം കുരുവിള ചോദിക്കുന്നുണ്ട് ആര് കടത്തിക്കൊണ്ട് പോവാനാ, ഇതെന്തൊക്കെയാ ബെല്ല നീ പറയണേന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാവണില്ല പാപ്പ, ഞാൻ ഇന്ന് നന്ദനെ കാണാനായിട്ട് ഇവിടെ വന്നപ്പോൾ അവന്മാർ പറയണ നന്ദനെ ആരോ കടത്തിക്കൊണ്ട് പോയിന്ന്, അത് ആരാന്ന് വല്ല ക്ലൂവും കിട്ടിയോന്ന് ചോദിക്കുമ്പം അവർക്ക് അവരെക്കുറിച്ച് ഒരറിവുമില്ല, എന്തായാലും നന്ദൻ ഇവിടെ ഇല്ലയെന്ന്. ആ സമയം കുരുവിള പറയുന്നുണ്ട് ഇതിപ്പോൾ കാര്യങ്ങൾ നമ്മളുടെ കൈ വിട്ട് പോവുകയാണല്ലോ ബെല്ല, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല പാപ്പ, അതല്ലേ ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്, എന്നിട്ട് നീ കേട്ടില്ലല്ലോ എന്ന് പറയുമ്പം ബെല്ല പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചു, ഇനി എന്ത് വേണമെന്ന് പാപ്പൻ പറയാമെന്ന് പറയുമ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോളാൻ. അങ്ങനെ കെവിനാണെങ്കിൽ വന്നിട്ട് ഇസബെല്ലയോട് പറയുന്നുണ്ട് ബെല്ല ഇനി നമ്മളിവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഇസബെല്ലയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ഈ എസ്തപ്പാനയും കൊണ്ട് ചന്ദ്രോത്ത് വന്നിറങ്ങാണ്. അങ്ങനെ ചന്ദ്രോത്ത് വന്നിറങ്ങിയതും എസ്തപ്പാനെ കണ്ടിട്ട് പ്രഭാവതി ഓടി ചെല്ലുന്നുണ്ട്. ഇതാര് എസ്തപ്പാനോ, എസ്തപ്പാൻ ഇപ്പോൾ വന്നത് നന്നായി, ഞാൻ ആകെ പ്രശ്നത്തിലായിരുന്നു എന്ന് പറയുമ്പം അത് ദേവിക മോള് പറഞ്ഞു മേഡം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇങ്ങോട്ട് വന്നേന്ന് പറയണു. ആ സമയത്ത് പ്രഭാവതി ആണെങ്കിൽ സന്തോഷത്തോടുകൂടി ഇങ്ങനെ എസ്തപ്പാനെയും ദേവികയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ എസ്തപ്പാൻ വന്നതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാവും. ഇസബെല്ലയുടെയും കെവിൻ്റെയും ഋഷിയുടെ എല്ലാ അഭ്യാസവും എസ്തപ്പാൻ തന്നെ തീർത്തു കൊടുക്കുന്ന എപ്പിസോഡാണ് ഇനി തുടർന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.